പ്രേക്ഷകർ ഒരുപക്ഷെ ഈ ഒരു അനാലിസിന്റെ തലക്കെട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ പറയുന്നത് ബംഗ്ലാദേശ് തീരുന്നു എന്നാണ്. തീരുന്നു എന്ന് പറയുമ്പോൾ അത് ബോംബോ മറ്റോ വീണ് തകർന്നു തരിപ്പണമാകുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഒരു രാജ്യം എങ്ങനെയൊക്കെയാണോ നിലനിൽക്കേണ്ടത് അത് അങ്ങനെയൊന്നും അല്ലാതായി തീരുന്നതിനെയാണ് നമ്മൾ തീരുക എന്ന ഒരു വാക്കുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ബംഗ്ലാദേശ് തീരുകയാണ്. ഏറ്റവും ഒടുവിലായി നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം, ഒരു ഭാഗത്ത് ഇപ്പോഴും ഹിന്ദു കൂട്ടക്കൊലകൾ നടക്കുന്നു, മറുഭാഗത്ത് യുഎൻഎസിന്റെ വലങ്കൈകളായി നിന്ന പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കൾ ഒന്നൊന്നായി രാജിവെച്ച് പുറത്തേക്ക് പോവുകയാണ്. അതിൽ കഴിഞ്ഞ ദിവസം രാജിവെച്ച പ്രധാന ഉപദേഷ്ടാവ് ഗോഡാഭട്ട് ചൗധരിയാണ്. അതിനു മുമ്പ് ആസിഫ് മസ്ദൂർ, ജോഷിസ് ബുലായ്, മഹൂസ് ആലം തുടങ്ങിയ പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കളെല്ലാം രാജിവെച്ചു. രാജിവെച്ചതാണോ പുറത്താക്കിയതാണോ അറിയില്ല. പക്ഷേ ബംഗ്ലാദേശി പത്രങ്ങൾ പറയുന്നത് അവരൊക്കെ രാജി നൽകുകയായിരുന്നു, രാജി യുഎൻഎസ് സ്വീകരിച്ചു എന്നാണ്. യുഎൻഎസ് ആകട്ടെ നിലപാടിപ്പോൾ മയപ്പെടുത്തുകയോ മലക്കമറിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 25-ന് ധാക്കയിലേക്ക് ഒരു അതിഥി എത്തി. അതിഥി എന്ന് പറയാൻ കഴിയില്ല, ആ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി, കഴിഞ്ഞ 17 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന അവിടുത്തെ ഖാലിദാസിയ എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രിയുടെ മകൻ താരിഖ് റഹ്മാൻ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ എത്തുകയുണ്ടായി. ഈ താരിഖ് റഹ്മാന്റെ വരവ് പ്രമാണിച്ച് ബോംബേറും മറ്റുമുണ്ടായി. അതിലൊരാൾ കൊല്ലപ്പെട്ടു എങ്കിൽ പോലും ഇന്നലെ സ്ഥിതിഗതികൾ ശാന്തമായിരുന്നു. ഈ നേതാവ് അവിടെ എത്തി. ഈ നേതാവ് എന്തുകൊണ്ട് ഇപ്പോൾ എത്തുന്നു എന്നുള്ളിടത്താണ് വലിയ ചോദ്യം അവശേഷിക്കുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഈ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഫെബ്രുവരി മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ അവിടെ നടന്ന അഭിപ്രായ സർവേയിലെല്ലാം തന്നെ ഒരു തൂക്കുസഭയായിരിക്കും അധികാരത്തിൽ വരിക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന പാർട്ടി ഈ BNP ആണ്, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. അതായത് ഖാലിദാസിയയുടെ സ്വന്തം പാർട്ടി. ഷേഖ് ഹസീനയുടെ പാർട്ടി നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് മത്സരിക്കാൻ കഴിയില്ല. പകരം അവരുടെ അനുയായികൾ കൂടി ഈ BNPക്ക് വോട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ആകട്ടെ നാളിതുവരെ BNPയെ തിരിഞ്ഞു നോക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവരുടെ നേതാക്കന്മാരെയും. എന്നാൽ ഈ അടുത്ത കാലത്ത് അതിനും ചില മാറ്റങ്ങൾ വന്നു. ഈ പറയുന്ന ഖാലിദാസിയ രോഗാതുരയായി കിടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സന്ദേശം അവർക്ക് അയക്കുകയുണ്ടായി, പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന്. അവർ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും വലിയ സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയുടെ ഒരു തന്ത്രപരമായ നീക്കമാണ്, ഒരു നയതന്ത്ര വിജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നാളിതുവരെ ഷേഖ് ഹസീന എന്ന് പറയുന്ന ഒരു ഒറ്റയാളുടെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇന്ത്യൻ നയതന്ത്രം മുൻപോട്ട് പോയിരുന്നത്. അതെ, നരേന്ദ്രമോദി മാത്രമല്ല, നരേന്ദ്രമോദിക്ക് മുൻപും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അത് അബദ്ധമായി പോയെന്ന് ഇന്ത്യ തിരിച്ചറിയുന്നു. കാരണം തൊട്ട അയൽവക്കത്തുള്ള ഒരു രാജ്യം, അവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോ നേതാവിനെയോ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുൻപോട്ട് പോയാൽ എല്ലാം തകരുമെന്ന് ബംഗ്ലാദേശ് നമുക്ക് കാട്ടിത്തന്നു. അതിലൊരു ചുവടുമാറ്റമായിരുന്നു ഇന്ത്യ നടത്തിയത്. ഏതായാലും ഇപ്പോൾ BNPയുടെ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഖാലിദാസിയയുടെ മകൻ തന്നെ രംഗത്തെത്തുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിലൊരു തൂക്കുസഭ വരുമെന്നും എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൂടി ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഭരിക്കാൻ കഴിയൂന്നും ആദ്യം തിരിച്ചറിഞ്ഞത് കൊല്ലപ്പെട്ട ഈ പറയുന്ന ഉസ്മാൻ ഹാദി ആയിരുന്നു. ഹാദി അത്തരത്തിലൊരു പ്രസ്താവനയാണ് മുൻപോട്ട് വെച്ചത്, നമുക്കെല്ലാം ഒന്നിച്ചു ചേർന്ന് നിന്ന് ഭരിക്കാമെന്ന്. ആ ഒരു പ്രസ്താവനയിൽ കലികൊണ്ട ജമാഅത്ത് ഇസ്ലാമിക്കാരാണോ യുഎൻഎസ് ആണോ ആ കൊലപാതകത്തിന് പിന്നിലെന്ന് അറിയില്ല. ഏതായാലും ഇപ്പോൾ യുഎൻഎസിന് നേർക്കാണ് ഹാദിയുടെ സഹോദരൻ ചോദ്യമുനകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യുഎൻഎസിന് ഇപ്പോൾ പഴയ പിന്തുണയില്ല. പിടിച്ചു നിൽക്കാൻ നോക്കിയ പിടിവള്ളികളെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ. നമുക്കറിയാം, യുഎൻഎസ് അധികാരത്തിൽ ഏറിയതിന് പിന്നാലെ ആ യുഎൻഎസിനെ അധികാരമേറ്റിയ മതഭ്രാന്തന്മാരുടെ വാക്കുകൾ കേട്ട് ഇന്ത്യക്കെതിരെ ഉറഞ്ഞു തുള്ളി. പിന്നെ അദ്ദേഹം നേരെ പോയത് ചൈനയിലേക്കാണ്. ചൈനയിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം നാം കണ്ടു. ഷീ ജിൻപിങ്ങിനെ കാണാൻ കഴിഞ്ഞില്ല, സ്വീകരിക്കാനൊട്ട് എത്തിയുമില്ല. ഏതോ ഒരു മന്ത്രി വന്നു, അവിടുത്തെ ബസ്സിൽ കയറ്റി കൊണ്ടുപോയി. ഇതാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉപദേഷ്ടാവിന് കിട്ടിയ ഗംഭീര സ്വീകരണം. പിന്നാലെ ട്രംപ് അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ യുഎൻഎസിന്റെ മകൾക്കെതിരെയുള്ള കേസും അമേരിക്കയിൽ കടുപ്പിച്ചു. അങ്ങനെ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള മൂന്നാംകിട മത വെറിയന്മാരുടെ രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ബംഗ്ലാദേശും നീങ്ങി തുടങ്ങി. പാകിസ്ഥാനിലെ തുർക്കിക്ക് പിന്നാലെ നീങ്ങി. ഒടുവിൽ ഈ രണ്ട് രാജ്യങ്ങളും ഹെൽപ്പ് ചെയ്യാമെന്നേറ്റു. ചൈനയ്ക്കായിട്ട് തങ്ങളുടെ ഒരു ഭൂപ്രദേശം തന്നെ വിട്ടു നൽകാമെന്ന് യുഎൻഎസ് പറഞ്ഞു. ഇന്ത്യയുമായി കൊമ്പുകോർത്ത് നിൽക്കുക, അതായത് ഹിന്ദു രാഷ്ട്രമായ ഇന്ത്യയുമായി അല്ലെങ്കിൽ ഈ കാഫറുകളുമായി ഏറ്റുമുട്ടുന്നതാണ് തന്റെ അധികാരം തുടരാൻ ഏറ്റവും സഹായകരമെന്ന് യുഎൻഎസ് മനസ്സിലാക്കി. പാകിസ്ഥാൻ അത്തരത്തിലാണ് ഇത്രയും നാൾ ഒരുപറ്റം പാക് ജനതയെ കൊണ്ടു നടന്നിരുന്നത്. അതേ മെത്തേഡ് പിന്തുടരാനായിരുന്നു യുഎൻഎസിന്റെയും തീരുമാനം.
പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ തിരിച്ചടി കഠിനമായിരുന്നു. ആദ്യം ബംഗ്ലാദേശിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു, ജലവിതരണം വിച്ഛേദിച്ചു. ഒപ്പം തന്നെ ഇന്ത്യയുടെ പോർട്ടുകൾ വഴി, വിമാനത്താവളങ്ങൾ വഴി കയറ്റി അയച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം നിർത്തിവെച്ചു. അതോടുകൂടി തന്നെ ബംഗ്ലാദേശിലെ കച്ചവടക്കാർ വലിയ സമരത്തിലായി. കാരണം അവർക്ക് ഭൂട്ടാനിലും നേപ്പാളിലും മ്യാൻമാറിലും മറ്റിടങ്ങളിലുമൊക്കെ ചരക്കെത്തിക്കാൻ വളഞ്ഞ വഴികൾ സ്വീകരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഉൽപ്പന്നത്തിന് വലിയ വിലയായി, അതൊട്ട് വാങ്ങാൻ ആളുമില്ലാതെ വന്നു. ഒപ്പം തന്നെ ഇന്ത്യയിലെ പരുത്തി നൂലുകളാണ് ബംഗ്ലാദേശിൽ എത്തിക്കുകയും ബംഗ്ലാദേശിൽ റെഡിമെയ്ഡിന്റെ ഒരു കേന്ദ്രമായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ അതും പൊടുന്നനെ നിന്നു. പക്ഷേ ഇന്ത്യ പെട്രോളിയം ഉൽപ്പന്നം മാത്രം നിർത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. കാരണം നമ്മളുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന വരുമാനം പെട്രോളിയമാണ്. ഒരു കാലത്ത് ക്രൂഡ് ഓയിലിന് വേണ്ടിയും പെട്രോളിന് വേണ്ടിയും ഒക്കെ കൈകൂപ്പി നിന്നിരുന്ന, കൈ യാചിച്ച് നിന്നിരുന്ന ഒരു രാജ്യമല്ല ഇന്ന് ഇന്ത്യ. ഇന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി നാം വളർന്നിരിക്കുന്നു. അതായത് ഉപഭോക്താവിൽ നിന്നും ഉൽപാദകനായി വളർന്നു എന്ന് സാരം. ഇവിടെ ബംഗ്ലാദേശിലും അത്തരത്തിലുള്ളൊരു നീക്കമാണ് ഇന്ത്യ നൽകിയത്. ബംഗ്ലാദേശിന്റെ നേതാക്കന്മാരെല്ലാം നാഴിക്ക് 40 വട്ടം ഇന്ത്യക്കെതിരെ വാളെടുത്തു. അവർ പലതരം പ്രസ്താവനകൾ ഇറക്കി. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഒരു പ്രസ്താവനകളും ഉണ്ടായില്ല. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു, ഒപ്പം തന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു. ഈ അടുത്ത ദിവസങ്ങളിലും 2 ഹിന്ദുക്കളെയാണ് അവർ കൊന്നൊടുക്കിയത്. പക്ഷേ ഇത്തവണ രംഗമൽപ്പം വഷളായി. ഇതിന്റെ അലയൊലികൾ പല ബംഗ്ലാദേശ് കോളനികളും, അതായത് ഇന്ത്യയിലുള്ള ചില ബംഗ്ലാദേശ് കോളനികൾ അതിന്റെ ഒരു പ്രതിഷേധം അരങ്ങേറുകയും പല ബംഗ്ലാദേശികൾക്ക് തല്ലുവാങ്ങേണ്ട അവസ്ഥയിലേക്കുമൊക്കെ കാര്യങ്ങളെത്തി. ഡൽഹിയിലടക്കമുള്ള ഇടങ്ങളിൽ താമസിക്കുന്ന അനധികൃതരായ ബംഗ്ലാദേശികളെ തൂക്കിയെടുത്ത് ലോറിയിലിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയും നാം കണ്ടു. അത് ഗുണ്ടകളല്ല, പകരം ഉദ്യോഗസ്ഥർ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അവരുടെ സാധന സാമഗ്രികളെല്ലാം ലോറിയിൽ കയറ്റി കൊണ്ടുപോയി അവരെ അതിർത്തി കടത്തുകയാണ് ലക്ഷ്യം. ഇതിന്റെ ചുവട് പിടിച്ച് ആസാമിൽ ചെറിയ രീതിയിൽ സംഘർഷം പുറപ്പെട്ടു. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരെ പുറത്താക്കണമെന്ന്. ഇവിടെ ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞത്, ഇനി ഒരു 10% ബംഗ്ലാദേശികൾ കൂടി ആസാമിൽ കൂടിയാൽ ഇത് ബംഗ്ലാദേശിന്റെ ഭാഗമായി തീരുമെന്ന്. ഇതോടുകൂടി എരുതിയിൽ എണ്ണ പകരുന്നതിന് തുല്യമായി. അവിടുത്തെ ഗോത്രങ്ങളും അവിടുത്തെ തദ്ദേശവാസികളും തെരുവിലിറങ്ങി, വാഹനങ്ങൾ കത്തിച്ചു, സംഘർഷം, 2 പേർ കൊല്ലപ്പെട്ടു. ഈ അവസരം നന്നായി മുതലെടുത്തുകൊണ്ട് ഹിമന്ത് ബിശ്വ ശർമ്മ അവിടെ അവശേഷിക്കുന്ന ബംഗ്ലാദേശികളെ പുറത്താക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് വന്ന ബംഗാളാണ്, വെസ്റ്റ് ബംഗാൾ. മമതാ ബാനർജി നേതൃത്വം നൽകുന്ന പശ്ചിമ ബംഗാൾ. ഈ ബംഗാളിലെ സ്ഥിതി ഇപ്പോൾ ശാന്തമാണ്. ശാന്തമാകാൻ കാരണമുണ്ട്. ഇപ്പോൾ പഴയതുപോലെ ബംഗ്ലാദേശിന്റെ അതിർത്തി കടന്നു വരുന്ന വോട്ടർമാരെ ഇനി മമതയ്ക്ക് പ്രതീക്ഷിക്കാനാവില്ല. അതുമാത്രമല്ല, SIR നടപ്പാക്കുമ്പോൾ എത്ര പേർ പുറത്താകുമെന്ന് ഉറപ്പുമില്ല. ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയുമില്ല. വലങ്കയായ നിന്ന ഒരു നേതാവ് തന്നെ ഈ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, ഇനി നമ്മുടെ നേതാവ് തിരികെ വരുമോ എന്ന് ഒരു ഉറപ്പുമില്ല എന്ന്. അങ്ങനെ ആടി ഉലയുകയാണ് വെസ്റ്റ് ബംഗാൾ. ത്രിപുരയിലാകട്ടെ എല്ലാം സേഫാണ്. അവിടെ അവരുടെ ഭരണം BJPയുടെ ഭരണമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളൊന്നും അരങ്ങേറിയിരുന്നുമില്ല. ഇങ്ങനെ പോകുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനം. അതായത് ബംഗ്ലാദേശ് ഒതുങ്ങുന്നതോടുകൂടി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് ശാന്തമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഈ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ തമ്പടിച്ചിരിക്കുന്ന, സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ബംഗ്ലാദേശികൾക്കും മനസ്സിലായിരിക്കുന്നു. തങ്ങളെ ഏത് നിമിഷവും പുറത്താക്കപ്പെടും, ഇല്ലെങ്കിൽ തങ്ങളെ ഏത് നിമിഷവും അധികാരികൾ പിടികൂടുമെന്നവർക്ക് ഇപ്പോൾ ഉറച്ച് വിശ്വസിക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൈ കിട്ടുന്നതെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ അതിർത്തി കടക്കുകയാണ് ഈ ബംഗ്ലാദേശികൾ ഏറിയ പങ്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകൾക്ക് മാത്രമേ, അത് ഇടതായാലും വലതായാലും ആരായാലും, ഒരു രാജ്യത്തെ മുൻപോട്ട് നയിക്കാൻ കഴിയൂ. പട്ടാള ഭരണം പിടിച്ചെടുത്ത രാജ്യങ്ങൾ നശിച്ച് വെണ്ണീറാകുന്നത് നാം കണ്ടിട്ടുണ്ട്. ഇതുപോലെ പെട്ടെന്നുണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങൾ കണ്ട് ഒരു രാജ്യവും പിന്നെ മുൻപോട്ട് പോയ ചരിത്രമില്ല. ശ്രീലങ്ക നാം കണ്ടു. അവിടുത്തെ പ്രക്ഷോഭകാരികൾ ഉയർത്തിയത് എന്തെങ്കിലും നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. ആ രാജ്യം സാമ്പത്തികമായി കൂപ്പുകുത്തി ഇന്ന് ഇന്ത്യയുടെ സഹായത്താൽ മുൻപോട്ട് പോകുന്നു. മറ്റൊരു രാജ്യം നേപ്പാളാണ്. പണ്ടേ തകർന്നതുകൊണ്ട് പിന്നീട് തകരാൻ അവിടെ ബാക്കിയൊന്നും അവശേഷിച്ചില്ല. ഇപ്പോൾ ഇതാ ബംഗ്ലാദേശ് നമുക്ക് കാണിച്ചു തരുന്നതും വെറും മുദ്രാവാക്യങ്ങളും ആവേശത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന പ്രക്ഷോഭങ്ങളും കലാപകാരികളുമൊക്കെ ഒരു ഭരണകൂടത്തെ സൃഷ്ടിച്ചാൽ അതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ അവർക്കറിയില്ല. കാരണം ഭരണപരിചയമില്ല. മറ്റൊന്ന്, രാജ്യം എന്ന് പറയുന്നത് നയതന്ത്രത്തിലൂടെയും നീക്കങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയുമാണ് ഒരു രാജ്യത്തെ മുൻപോട്ട് നയിക്കേണ്ടത്. അതല്ലാതെ വെറും മുദ്രാവാക്യങ്ങളും തോക്കുകളും കൊണ്ടല്ല. അത് ഒരിക്കൽ കൂടി ബംഗ്ലാദേശ് നമുക്ക് കാട്ടിത്തരുന്നു. ഏതായാലും ഒരുപറ്റം യുവാക്കൾ ഇല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വന്ന് പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ വീടുകൾ കൊള്ളയടിക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്തപ്പോൾ അവർ കണ്ട സ്വപ്ന രാജ്യം വന്നോ എന്ന് ചോദിച്ചാൽ വന്നില്ല, ഒരിക്കലും വരികയുമില്ല. കാരണം മതത്തിന് മതത്തിൻ്റെതായ റോളുകളുണ്ട്, രാഷ്ട്രഭരണത്തിന് രാഷ്ട്രഭരണത്തിൻ്റെതായ റോളുകളുണ്ട്. ഒരു ഭരണാധികാരികൾക്ക് ഒരിക്കലും ഒരു
മത നേതാവാകാൻ കഴിയില്ല. ഒരു മത നേതാവിന് ഭരണാധികാരിയുമാകാൻ കഴിയില്ല. കാരണം ഭരണാധികാരി എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുകയും മറ്റു രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോവുകയും കഴിയണം. ഇവിടെ യൂനസ് എന്ന് പറയുന്ന ഒരു നോബൽ സമ്മാന ജേതാവിന്റെ മുഖം മാത്രമാണ് ബംഗ്ലാദേശിലുണ്ടായിരുന്നത്. യൂനസ് ആവട്ടെ അധികാരം ആവോളം ആസ്വദിക്കാൻ പഠിച്ച പണി 18 നോക്കി. ഇവിടെ ബംഗ്ലാദേശിൽ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതാണ് സൈന്യം. വക്കാർ ഉസ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സൈന്യം അവരിതുവരെ വാ തുറന്നിട്ടില്ല. ഉസ്മാൻ പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശ് തീവ്രവാദികളുടെ പിടിയിലാണ്. ഇത്തരത്തിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾ അധികാരം പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്ന്. അതിന് ചിലപ്പോൾ ഒരുപക്ഷെ സാധ്യമാകുമായിരിക്കും. ധാക്കയിലുടനീളം പട്ടാള യൂണിറ്റുകളും വാഹനങ്ങളും നിരന്നു തുടങ്ങിയിട്ട് വർഷമൊന്നാകുന്നു. അതുകൊണ്ട് ഒരു നിമിഷം മതി പട്ടാളത്തിന് ഇപ്പോൾ നിയന്ത്രണങ്ങൾ കൈക്കലാക്കാൻ. അങ്ങനെ അവർ ചെയ്യുമോ ഇല്ലയോ എന്നറിയില്ല. ഇനി യൂനസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതായാലും രാജ്യം നശിച്ചു തുടങ്ങിയിരിക്കുന്നു. തീവ്രവാദികൾ പലയിടത്തും തമ്പടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുമായുള്ള ബന്ധം അത്ര മെച്ചമല്ലാതെ മുൻപോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ പിൻവാതിലിലൂടെയും മുൻവാതിലിലൂടെയും ഒക്കെ അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നു. അരിക്ക് വേണ്ടി ചോദിക്കുന്നു, മറ്റ് വൈദ്യുതി കട്ട് ചെയ്യരുതെന്ന് യാചിക്കുന്നു. അങ്ങനെയൊക്കെ പോകുന്നു. അതായത് തികച്ചും യൂനസിനെ ഭരണത്തിലേറ്റിയവരും ഒറ്റപ്പെട്ടു തുടങ്ങി. അവർ ഒച്ച വെച്ചതുപോലെ ബഹളം വെച്ചതുപോലെ ഇന്ത്യക്കെതിരെ ഗോഗോ വിളിക്കുന്നത് പോലെ അല്ല ഒരു രാജ്യത്തെ മുൻപോട്ട് നയിക്കേണ്ടെന്ന് അവർക്ക് പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ചില അപകടങ്ങൾ പതിയിരിക്കുന്നു. കാരണം പാകിസ്ഥാനിൽ നിന്ന് അടക്കം വന്നിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഇപ്പോഴും ബംഗ്ലാദേശിൽ തമ്പടിക്കുന്നു. ഏറ്റവും ഒടുവിൽ കേട്ട വാർത്ത റോഹിംഗ്യകൾക്ക് ഉൾപ്പെടെ പണം നൽകിക്കൊണ്ട് ഇന്ത്യയിൽ തീവ്രവാദം നടത്താൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതുവരെ ബംഗ്ലാദേശിൽ വലിയ വ്യാപകമായി ഇല്ലാതിരുന്ന ഒന്നുകൂടി അവിടെ എത്തിയിരിക്കുന്നു. ISISയുടെ വലിയ യൂണിറ്റുകൾ തന്നെ അവിടെ എത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ കയറി ഇടപഴകാൻ തുടങ്ങിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ കൂട്ടിന് വേറെ രാജ്യങ്ങളൊന്നുമില്ല. ആയുധം തരാൻ രാജ്യമുണ്ടാകും. പക്ഷേ ആ തരുന്ന ആയുധത്തിന് പകുതി ഭൂമി നൽകേണ്ടി വരും. അങ്ങനെ രാജ്യം ഛിന്ന ഭിന്നമാകുന്നതിന് മുമ്പ് നാടുവിടാനുള്ള ഒരുക്കത്തിലാണ് യൂനസ് എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ അതിലും അത്ഭുതപ്പെടാനില്ല. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ജൻസി കലാപം എന്ന് പറയാൻ എളുപ്പമാണ്. AC റൂമിലിരുന്ന് കലാപത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കാൻ എളുപ്പമാണ്. പക്ഷേ ജൻസികൾ അധികാരം പിടിച്ചെടുത്ത് ഏതെങ്കിലും രാജ്യം നല്ല രീതിയിൽ പോകുന്നുണ്ടോ? ഈ അടുത്ത കാലത്ത് ജൻസി കലാപം നടന്ന പല രാജ്യങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കാം. ശ്രീലങ്കയും നേപ്പാളും മാത്രമല്ല, ഫിലിപ്പീൻസ് അടക്കം ജൻസി കലാപം നടന്നതാണ്. അവിടെയൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് നാം നോക്കേണ്ടതായിട്ടുണ്ട്. ഒരു പരുവത്തിൽ മുൻപോട്ട് പോയിരുന്ന രാജ്യങ്ങൾ സാമ്പത്തികമായി കൂപ്പുകുത്തി, വ്യവസായങ്ങൾ വരാതായി, ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി. ഇവിടെ ഈ ജൻസിക്കാരിന് എന്തു പറയും? ജൻസിക്ക് ഒരു നേതാവില്ല, ജൻസിക്ക് ഒരു ആശയമില്ല. പകരം ചില മുദ്രാവാക്യങ്ങളും സോഷ്യൽ മീഡിയയിൽ മാത്രം. സോഷ്യൽ മീഡിയയിൽ റീലിടാൻ പറ്റും. റിയൽ ലൈഫ് ഇങ്ങനെയല്ല. അത് തിരിച്ചറിയാൻ വൈകിയതാണ് പല രാജ്യങ്ങളുടെ അവസ്ഥ. ഇവിടെയും ജൻസി കലാപം വരുമെന്ന് പറയുന്നവരടുത്ത് അതൊരിക്കലും ഇവിടെ വരില്ല എന്ന് പറയാൻ കാരണം ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും തലയുണ്ട്, അതിനകത്തൊരു തലച്ചോറുണ്ട്. ഇതാണ് ന്യൂസിൻ്റെ മലയാളത്തിൽ പോയിന്റ്. നന്ദി, നമസ്കാരം.